ഡോക്ടർ സുമന്ന, ഹസ്ബൻഡ് പ്രഹ്ലാദ്, 2 മക്കളും. അപ്പോൾ ഇത് നമ്മുടെ എക്സോ സൂപ്പർജൽ ലഞ്ച് ബോക്സിന്റെ മറ്റേ വിന്നറാണ് സബീത. അപ്പോൾ ഇന്ന് ആക്ച്വലി നല്ല എക്സൈറ്റിംഗ് ആയിരിക്കും തോന്നുന്ന എപ്പിസോഡ്. എന്തായാലും ഇവിടെ ഇരിക്കാം. വെൽക്കം ടു അവർ ഷോ. ശരിക്കും ഡോക്ടർ സുമന്ന എന്ന് പറയുമ്പോൾ യു ആർ പ്രാക്ടീസിങ്. I'm practicing. I'm an anesthetist and I work in an eye hospital called Giridhara Institute. ഓ ഓക്കെ, ശരി. അപ്പം ചേട്ടൻ എന്ത് ചെയ്യാണ്? ഞാനിവിടെ ഇൻഫോ പാർക്കിൽ കോൺഡുവൻ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. ഓക്കെ, അതിൽ സീനിയർ ഡെലിവറി മാനേജറാണ്. ഓ ശരി. ശരിക്കും പറഞ്ഞാൽ അതിശയമുള്ള കാര്യമാണ്. കാരണം ഡോക്ടേഴ്സ് ഒക്കെ നമ്മുടെ ഷോ കണ്ടിട്ട് നമ്മളെ കോൺടെസ്റ്റിന് റെസിപ്പീസ് അയക്കുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ തന്നെ ഒരു സന്തോഷം. സോ യു ലവ് കുക്കിംഗ്? I love to cook, yeah. എവിടെ നിന്നാണ് ഭാഷ കേട്ടിട്ട് മലയാളി അല്ല, ഞാൻ ബേസ് ചെന്നൈ ആണ്. Okay. But I did my MBBS and post graduation in Amrita. ഇവിടെ വന്ന് മലയാളം പഠിച്ചതാണ്. ഇവിടെ വന്ന് ആണോ പാർട്ട്ണറിനെ കണ്ടിട്ട്? അതെ അതെ, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. ഓക്കെ, ഫാമിലി ഫ്രണ്ട്സ് ആണ്. ഫാമിലി ഫ്രണ്ട്സ്. ഓ ശരി. അപ്പൊ ചെന്നൈ ലിങ്ക് ഉണ്ട് ചേട്ടൻ? അതെ അതെ, ഞങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ ചെന്നൈയിലായിരുന്നു. ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്യായിരുന്നു. പിന്നെ സുമന ഇവിടെ ആയ സ്ഥിതിക്ക് ഞങ്ങൾ ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്തതാണ്. ഓ ഇങ്ങനെ. അപ്പൊ ആക്ച്വലി ഒരു തമിഴ് എന്താ വൈഫിന് വേണ്ടി കേരളത്തിലോട്ട് സെറ്റിൽ ചെയ്ത് വന്ന മലയാളി ഹസ്ബൻഡ്. അങ്ങനെ പറയാം. അത് കൊള്ളാലോ. സാധാരണ നേരെ തിരിച്ചല്ലേ സംഭവിക്കാറ്. ഇത് അടിപൊളിയാ. അപ്പൊ സൗകര്യമായില്ല, നമ്മുടെ നാട്ടിലേക്ക് തന്നെ വന്നല്ലോ ആളെ കൂട്ടിട്ട്. മക്കളുടെ പേരെന്താ? സിദ്ധ, സച്ചിത്. അമ്മ എടുത്തപ്പോ അങ്ങനത്തെ പേരാണല്ലോ. അടിപൊളി. സച്ചിത് എന്ത് ചെയ്യാ? ഇത് ക്ലാസ്സിലാ? സാംകിത് സ്കൂളിലാണ്. KG1 KG2 LKG. വാവ ഏത് ക്ലാസ്സിലാ? 2A ആണ്. ഏത് സ്കൂളിലാ? വിദ്യോദയ. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രത്യേകിച്ചും എനിക്കിഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിന്നർ തന്നെ നമുക്ക് കുക്ക് ചെയ്ത് തരും. അറിഞ്ഞോ? അത് വിന്നർ തന്നെ കുക്ക് ചെയ്ത് തരുമല്ലോ. അപ്പൊ സുമന്ന റെഡിയാണോ ഇന്ന്? അപ്പൊ നമുക്ക് എന്നാ പതുക്കെ ഞാൻ ഇവിടെ ചെയ്യാറ്, ഞാൻ അമ്മയും മക്കളെയും എടുത്ത് കിച്ചണിൽ കൊണ്ടുപോകാറാണ് പതിവ്. അപ്പൊ ഞാൻ ഇവരെ കൊണ്ടുപോട്ടെ കിച്ചണിലോട്ട്. ഒരു ചേഞ്ചിന് വേണമെങ്കിൽ ഞാനും കൂടി വരാം. കാരണം സുമന അത് പറഞ്ഞ് മനസ്സിലാക്കും, തമിഴും മലയാളം കൂടി കിടന്ന് മനസ്സിലാക്കുമ്പോഴേക്കന്നെ അത് വേറൊരു ഡിഷായി മാറും. അതിനെ കൊണ്ട് ഞാൻ കൂടെ വന്നിട്ട് ഒരു ട്രാൻസ്ലേറ്റർ ആയിട്ട് നടുവിൽ സന്തോഷമേ ഉള്ളൂ. അപ്പൊ ചേട്ടനും കൂടെ എന്തായാലും പോര്. മക്കൾ ഇവിടെ ഇരുന്ന് കുറച്ചു നേരം കളിച്ചോ. ഇത്രയും ബലൂൺസ് ഒക്കെ ഉണ്ട്. വേഗം കുക്ക് ചെയ്തിട്ട് ഞങ്ങൾ വരട്ടെ. ഓക്കെ, നമുക്ക് പോവാം. എന്താണ് ഡോക്ടർ നമ്മുടെ വിന്നിംഗ് റെസിപ്പിയിലെ ഡോക്ടറിന്റെ റെസിപ്പി? സോ ഇത് വീട്ടിൽ യൂഷ്വലി ഒരു ഫാൻ ഫേവറേറ്റ് ആണ്. തട്ടിപ്പത്രി എന്ന് പറയും. നോട്ട് മൈ റെസിപ്പി, എന്റെ മദർ ഇൻ ലോയുടെ ആണ്. ശരി, കോഴിക്കോടൻ റെസിപ്പിയാണ്. കോഴിക്കോടൻ റെസിപ്പിയാണ്. അപ്പൊ ഞങ്ങൾ മദർ ഇൻ ലോ എന്ന് പറയുന്നതിനെക്കാട്ടും ഒരു 4th ജനറേഷൻ റെസിപ്പിയാണ്. കാരണം ഇതെന്റെ അമ്മമ്മ എന്റെ അമ്മയ്ക്ക് കൊടുത്തിട്ട്, എന്റെ അമ്മ അത് സുമനയ്ക്ക് കൊടുത്തിട്ട്, എന്നിട്ട് മക്കൾക്ക് ഉണ്ടാക്കി വീട്ടിലുണ്ടാക്കി കൊടുക്കും. പരമ്പരാഗതമായി നിങ്ങൾ ഫോളോ ചെയ്യുന്ന തലമുറയായി ഇനി നിങ്ങളുടെ മക്കളും ഇതാക്കാൻ പോണ റെസിപ്പി. അതിലൊരു ചെറിയ ഓൾട്രേഷൻ വരുത്തിയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഇത് പൊതുവെ തട്ടിപ്പത്തിരിയും വറുത്തരിച്ച കോഴിക്കറിയൊക്കെയാണ് ഉണ്ടാക്കുക. അപ്പൊ സുമന ഒരു വെജിറ്റേറിയൻ ആയതിനെ കൊണ്ട് അതിന് ഒരു വെജിറ്റേറിയനൈസ്ഡ് വേർഷൻ ആയിട്ട് അതിന്റെ കൂടെ ഒരു വെജിറ്റേറിയൻ സൈഡ് ഡിഷ് ആണ്. അത് പയറ് കറി, തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ട് ഒരു ചെറുപയർ കറി. അപ്പൊ തുടങ്ങിക്കോളൂ ഡോക്ടർ. സോ ആദ്യം നമുക്ക് മാവ് ഒന്ന് ഉണ്ടാക്കാം. സോ മാവ് ഇസ് യുവർ യൂഷ്വൽ ഇടിയപ്പത്തിന്റെ മാവാണ്. സോ അതിനകത്ത് ഐ ജസ്റ്റ് ആഡ് സം സോൾട്ട്. എന്റെ കിച്ചണിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പുരുഷൻ കാല് വെക്കുന്നത്. അതെ 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 അതെ, ഞങ്ങൾ സാധാരണ ഇവിടെ ആണുങ്ങളെ കേറ്റാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, കുട്ടികൾക്ക് അമ്മമാരുടെ റെസിപ്പി പറഞ്ഞു കൊടുക്കട്ടെ, അവരവിടെ റെസ്റ്റ് എടുക്കട്ടെ, അവർക്ക് ബോർ അടിക്കണല്ലോ എന്ന് വെച്ചിട്ടാട്ടോ. ഇതിനകത്ത് ഇപ്പൊ കുറച്ച് സോൾട്ടും ആൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വാട്ടർ നല്ല ബോയിൽ ചെയ്യുമ്പോൾ വരുമ്പോഴാണ് നമ്മൾ ഇതിനകത്തോട്ട് അപ്പൊ നല്ല കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് വരും. അത് അങ്ങനെ ആ ചൂടോടെ അല്ലേ നമ്മൾ ഉരുട്ടിയെടുക്കണത്. നല്ല തിളച്ച വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു അല്ലേ? ഡോക്ടർക്ക് കോഴിക്കോടൻ റെസിപ്പി ഒക്കെ ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. ആഫ്റ്റർ മാരേജ്, ബിഫോർ മാരേജ് പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നു. പിന്നെ ആഫ്റ്റർ മാരേജ് കഴിക്കാനൊക്കെ തുടങ്ങി. ഐ ലവ് പ്രോൺസ്, ചിക്കൻ, ഓക്കെ, ബട്ട് മോർ ഇൻടു സീ ഫുഡ്. അപ്പൊ തമിഴ്നാട്ടിലുള്ള ഈ സുന്ദരിയെ എങ്ങനെയാണ് കോഴിക്കോടുകാരൻ കണ്ടുമുട്ടിയത്? സുമന പഠിച്ചത് ഇവിടെ എറണാകുളത്തായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഫർദർ സ്റ്റഡീസ് പഠിക്കാൻ വേണ്ടിയിട്ട് US പോകാനുണ്ടായിരുന്നു. അപ്പം അതിനൊരു പ്രിപ്പറേഷൻ എക്സാമിന് വേണ്ടിയിട്ട് ചെന്നൈയിൽ വന്നിട്ട് ഒരു 3 മാസം പ്രിപ്പറേഷൻ എക്സാം ഉണ്ടായിരുന്നു. അപ്പം 3 മാസം പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെന്നൈയിലായിരുന്നു. അപ്പം ആ സമയത്ത് ആണ് ഞങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ട് ഫ്രീക്വൻ്റ്ലി മീറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഫുഡിൻ്റെ അടിസ്ഥാനമായിട്ടാണ്.
സോ ഓരോ സ്ഥലത്ത് ഞങ്ങൾ പോകും, ഭക്ഷണം കഴിക്കും. ഞാനൊരു ഫുഡിയാണ്, സുമന ഒരു ഫുഡിയാണ്, ഞങ്ങൾ ഫുഡിൽ താല്പര്യമാണ്. അങ്ങനെ ഞാൻ സുമനേന്റെ ഫർദർ സ്റ്റഡീസ് മുടക്കി. എങ്ങനെ ഇരിക്കേണ്ട ഒരു ഡോക്ടർ ആയിരുന്നു US പോയി PG ഒക്കെ ഇപ്പം അങ്ങനെ ഞങ്ങൾ US പോയിരുന്നത് നിങ്ങൾക്ക് ഇന്ന് ഇവിടെ ഉണ്ടാവും ഈ ഷോ ചെയ്യാൻ. ഞാനിപ്പം പ്രഹ്ലാദിനും ഡോക്ടർ സുമനെ ഒന്നും കാണില്ല, അത് വേറെ കാര്യം. പക്ഷെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആണല്ലോ. അപ്പം വീട്ടിൽ പറഞ്ഞപ്പം എതിർത്ത് ഒന്നുമില്ല. ഇല്ല, സുമനയുടെ അമ്മയ്ക്ക് എന്നെ ചെറുപ്പത്തിലേ അറിയായിരുന്നു.